തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായുള്ള എൻ വാസുവിന്റെ മുൻ നിയമനം ഹൈക്കോടതി നിർദ്ദേശങ്ങളൊക്കെ അപ്പാടെ ലംഘിച്ചാണ്. കമ്മീഷണർ സ്ഥാനത്തേക്ക് IAS ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന ജസ്റ്റിസ് പരിപൂർണൻ കമ്മിറ്റി നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് ഇടത് സർക്കാർ വാസുവിനെ നിയമിച്ചത്. കട്ടളപ്പാളി സ്വർണ്ണക്കവർച്ച കേസിൽ മൂന്നാം പ്രതിയാണ് ദേവസ്വം മുൻ പ്രസിഡന്റ് കൂടിയായ എൻ വാസു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുല്, കൃത്യമായി തന്നെ നിയമങ്ങളുണ്ട്, മാനുവലുണ്ട്, പരിപൂർണ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് വാസുവിനെ ആ സമയത്ത് അവിടെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലെ എന്തായിരുന്നു ഗൂഢ ഉദ്ദേശം? അതിങ്ങനെ വെളിവായി കൊണ്ടുവരികയാണ്. ശ്യാം, 1994 ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഈ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായത്. കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതായത് ഈ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ IAS കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നുള്ളത്. അതുകൂടാതെ തന്നെ വിജിലൻസ് SP ആയിട്ട് IPS ഉദ്യോഗസ്ഥൻ, അങ്ങനെ ചില തസ്തികകളിലേക്ക് അത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നുള്ളതായിരുന്നു പ്രധാന ശുപാർശ. അതിലേറ്റവും പ്രധാനമായിരുന്നു ഈ ദേവസ്വം കമ്മീഷണർ സ്ഥാനത്തേക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കണമെന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ 1994 മുതൽ 2010 വരെയുള്ള കാലയളവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ആ നിലയിൽ തന്നെ പാനൽ രൂപീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നു. പക്ഷേ 2010 എത്തിയപ്പോഴാണ് VS അച്യുതാനന്ദൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് ഈ ഹൈക്കോടതി നിർദ്ദേശം പാടെ ലംഘിച്ചുകൊണ്ട് എൻ വാസുവിനെ, രാഷ്ട്രീയക്കാരനായിട്ടുള്ള എൻ വാസുവിനെ ദേവസ്വം കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനല്ലായിരുന്നിട്ട് കൂടിയും ഇടതുപക്ഷ പാർട്ടിയോടുള്ള കൂറുകൊണ്ട് മാത്രമാണ് എൻ വാസുവിനെ ആ ഒരു ചുമതലയിലേക്ക് അച്യുതാനന്ദൻ സർക്കാർ കൊണ്ടുവന്നിരുത്തിയത്. അതിനുശേഷം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ 2018 നവംബർ 10 എൻ വാസുവിനെ വീണ്ടും അതേ തസ്തികയിലേക്ക് തന്നെ ദേവസ്വം കമ്മീഷണറായിട്ട് തന്നെ അവരോധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതും ഇതേ നിലപാട് തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ അന്നും സ്വീകരിച്ചിരുന്നത്. പിന്നീട് അതിനുശേഷം വാസുവിൻ്റെ കാലഘട്ടത്തിൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിരുന്നതാണ്. യുവതീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ നടന്നത് ആ കാലഘട്ടത്തിലായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വമ്പൻ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം കമ്മീഷണറായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈ സുധീഷ് കുമാർ പിടിയിലാകുന്നതിന് മുമ്പ്, അതായത് സുധീഷ് കുമാർ പിടിയിലാകുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരാഴ്ചയോളം അടൂരിലെ ഒരു CPI നേതാവിൻ്റെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിലൊക്കെ സുധീഷിൻ്റെ വീട്ടിൽ രഹസ്യ ചർച്ച നടന്നിരുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നത്. സ്വർണ്ണമോഷണത്തിൻ്റെ വീതം ജില്ലയിലെ ചില CPI നേതാക്കളും കൈപ്പറ്റിയെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ പ്രകാരം പറയാൻ സാധിക്കുന്നത്. ഇയാൾ തട്ടിയെടുത്തതിൻ്റെ വിഹിതം മണ്ണടിയിൽ CPI നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിന് കിട്ടിയെന്ന് ഒരു പ്രമുഖ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തെളിവുകൾ സഹിതം. 2022 മെയ് മാസത്തിലാണ് സുധീഷ് സർവീസിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം CPM-ൽ സജീവമായ ഇയാൾ മണ്ണടി ദേശകല്ലുമൂട് ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ്. CPM അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജൻ്റെ ബന്ധു കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാക്കാൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ ചില അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത് ഉണ്ടായില്ല. ഒരുപക്ഷെ വിശ്വാസികളായ സഖാക്കന്മാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അവരെന്തായാലും അവരുടെ എതിർപ്പാണോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു പരിപാടി നടന്നില്ല, സുധീഷ് കുമാറിൻ്റെ ഈ ഒരു നീക്കം. അപ്പോൾ ഫലത്തിൽ പറഞ്ഞാൽ പാർട്ടിയുമായി അടുത്ത ബന്ധം, എൻ വാസുവുമായി ഹൃദയബന്ധം, വാസുവിൻ്റെ സ്വന്തക്കാരനായ ശ്യാമാണ് ഈ രേഖകളൊക്കെ കൃത്യമായി തന്നെ തിരുത്തി സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത്. ഇങ്ങനെ ഈ ഒരു ഗൂഢാലോചന നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഒരു വാസുവിൽ തീരില്ല എന്നതും കൃത്യമായി തന്നെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും വാസുവിനെ മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ നടത്തിയിട്ടുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ തന്നെയാണ് ശബരിമലയിൽ അരങ്ങേറിയത് എന്നുള്ള കാര്യം സുവ്യക്തമായിട്ടുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മറ്റു ഉദ്യോഗസ്ഥരെ, സുധീഷ് കുമാർ അടക്കമുള്ള ആളുകൾ, ഒപ്പം ശ്യാം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനടക്കമുള്ള ആളുകൾ കൂടി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും കൂടി വന്നിട്ടുള്ള ഇതിലെ പങ്ക് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൂടാതെ ഇവരുടെയൊക്കെ പിന്നിൽ കൃത്യമായിട്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM എന്നുള്ളൊരു പാർട്ടിയുടെ ഇടപെടലുകളുണ്ട്. മന്ത്രിതലത്തിലും അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിലുമൊക്കെ നേരിട്ട് ഇവരെ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ വിരുദ്ധത, അതോടൊപ്പം തന്നെ ശബരിമലയെ ഇല്ലാതെയാക്കുക, അവിടുത്തെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തച്ചു തകർക്കുക എന്നുള്ളത് പറയുന്നത് ഇടതുപക്ഷ പാർട്ടിയുടെ തന്നെ പ്രത്യക്ഷമായിട്ടുള്ള അജണ്ടയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവർ നടപ്പാക്കി വന്നിരുന്നു ഈ ഉദ്യോഗസ്ഥർ മുഖേന അവരെ മുൻനിർത്തിക്കൊണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് ഈ പുറത്തു വരുന്ന ഓരോ സംഭവങ്ങളും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സുധീഷ് കുമാർ ആയാലും വാസു ആയാലും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ വിശ്വസ്തരാണ്, വലങ്കയായിട്ടുള്ള ആളുകൾ തന്നെയാണ്.
അവരെയൊക്കെ ഈ ശബരിമലയുടെ സുപ്രധാനമായിട്ടുള്ള പോസ്റ്റുകളിൽ അല്ലെങ്കിൽ പദവികളിൽ വെച്ചുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള കൊള്ളയും കവർച്ചയും അതോടൊപ്പം തന്നെ മറ്റ് ശരിയല്ലാത്തതായിട്ടുള്ള നടപടികളും ആചാരം ലംഘിക്കുന്ന നടപടികളും ഒക്കെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിത്തിരിച്ചിരിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരെ സജ്ജരാക്കിയിരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM എന്ന പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഈ ഉദ്യോഗസ്ഥരിൽ മാത്രം ഇപ്പോൾ അന്വേഷണം ഒതുങ്ങുന്നു എന്നുള്ള വിമർശനമാണ് നിലനിൽക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കള്ളി വെളിച്ചത്ത് വന്ന സാഹചര്യത്തിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി പോകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആ നിലയിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് വലിയ വിമർശനമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്തു വന്ന കൊള്ള അത് വളരെ അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ അത് ഈ കേവലം 1, 2, 3 ഉദ്യോഗസ്ഥരെ മാത്രം ചുറ്റിപ്പറ്റി അതിനെ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നിലുള്ള കണ്ണികളായിട്ടുള്ള ഈ ഇടതുപക്ഷ പ്രവർത്തകരെയും നേതാക്കളെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിനകത്ത് പങ്കാളികളായിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. എന്തായാലും ഇനി അന്വേഷണം നീളേണ്ടത് ആ നിലയിലേക്കാണ്. പക്ഷേ ആ നിലയിലേക്കൊക്കെ അന്വേഷണം എത്തുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ടത്. എന്തായാലും ഹൈക്കോടതി അടക്കം വലിയ ഇത് സ്വർണ്ണ കവർച്ച അല്ലെങ്കിൽ ഒരു കൊള്ളയ്ക്കപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യം ഇതിനുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ നടത്തിയ സാഹചര്യത്തിൽ കൂടിയിട്ട് ആ നിലയിൽ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളത് എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും ഭക്തരൊക്കെ ചില സംശയങ്ങളും ചില ആശങ്കകളും കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ഉന്നതരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എവിടെയെങ്കിലും വെച്ച് ഈ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ഒരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നൊരു ആശങ്കയൊക്കെ പ്രധാനമായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന വളരെ ശക്തമായ ഒരാവശ്യമാണ് ഹൈന്ദവ സംഘടനകളും ഭക്തരുമൊക്കെ ഉന്നയിക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം എന്നത് മാത്രമാണ് പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു കാര്യം.